സപ്തമസ്കന്ധം ആരംഭം. കാലേ വരികരികത്തിനിയും ശുകബാലേ തെളിഞ്ഞു പറകടോ ശേഷവും മാലോകർ കേട്ടാൽ പരിഹസിച്ചിടുമെന്നാലും എനിക്ക് ആയതൊട്ടൊട്ടു ചൊല്ലുവൻ. സപ്തമസ്കന്ധത്തിനാലുടനൂതികളുക്തമായി പുനരോധികളായതോ കർമ്മവാസനകളെന്നതറികതൽ കർമ്മങ്ങൾ സർവാനുബോധങ്ങളായതും ചെമ്മേ പുനരതു കേട്ടു നരോത്തമൻ. സമ്മതിയാകിയ ശ്രീശുകൻ തൻ പദം കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സർവലോകാത്മാ സകല സമാനനാമീശ്വരൻ ദേവേന്ദ്രപക്ഷത്തിൽ നിന്നുകൊണ്ട് അന്നു ദേവാരികളെ വധിപ്പതിന് എന്തൊരു കാരണം എന്നതരുൾ ചെയ്യുക എന്നു കേട്ട് ആരുഢമോദമരുൾ ചെയ്തു ശ്രീശുകൻ. കേളങ്കിലോ സർവതുല്യൻ ആകാശവിൽ നീളെ നിറഞ്ഞു മറഞ്ഞു നിൽക്കും വരൻ നാരായണൻ അജൻ അവ്യയൻ ഈശ്വരൻ അരണാന്തപൊരുളായ നിരഞ്ജനൻ. നാമരൂപങ്ങളില്ലാതെ നിരാമയൻ കാരണൻ തന്മഹാമായാനുസാരിയായി ലോക സൃഷ്ടിക്കൂ രജോ ഗുണമാശ്രയിച്ച് ഏകസ്വരൂപി വിരിഞ്ചനായി കൊണ്ടു താൻ സൃഷ്ടിച്ചു കൊള്ളുന്നതൊക്കെ ഭരിപ്പതിന് ഇഷ്ട ഫലപ്രദനായ ജഗന്മയൻ സത്വഗുണപ്രധാനൻ മഹാവിഷ്ണുവായി നിത്യവും സംഹരിച്ചിടുവാനായല്ലോ രുദ്രവേഷേണ തമോ ഗുണമാശ്രയിച്ച് അദ്രിജാകാന്തനായാൻ പ്രകൃതേർഗുണാൽ. ഇങ്ങനെയുള്ള ഗുണത്രയശീലരായി എങ്ങും ജഗത്രയവാസികളൊക്കെയും തങ്ങുന്നിരുന്നു. അതിൽ സാത്വികം ദേവകൾക്കങ്ങത് കൊണ്ടിതങ്ങൊന്നിച്ചു കൊള്ളുവാൻ. തദ്വിഷദാദികളായി മരുവും ധനുപുത്രർക്കു നിത്യം തമോ ഗുണമായത്തും സദ്ഗുണദ്വേഷിയനാകയാൽ അന്വകം തദ്ഗുണവാന്മാരെ നിഗ്രഹിക്കുന്നതും നിത്യം തദർത്ഥം യുധിഷ്ഠിര നാരദ മുഖ്യ സംവാദം കൊണ്ട് ഒട്ടു ചൊല്ലാമതും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ.